my dear students, I am your physics teacher, Mahima teacher. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് AC കറണ്ടിലത്തെ AC ത്രൂ റെസിസ്റ്റർ, AC ത്രൂ ഇൻഡക്ടർ, AC ത്രൂ കപ്പാസിറ്റർ. നല്ല രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ട്രിക്കുകൾ, കുറച്ച് ചെറിയ ചെറിയ ട്രിക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസേഴ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തിയറി ഡിസ്കഷനോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇതിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും വെറുതെ ഇരിക്കരുത്, പേനയും അതുപോലെ തന്നെ ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എഴുതി നോക്കണം. കുറച്ച് നേരം പോസ് ചെയ്യുക, എന്നിട്ട് എഴുതി നോക്കുക. ഇതൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാതെ വെറുതെ ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. AC ത്രൂ റെസിസ്റ്റർ. അപ്പോൾ നോക്കി, ഇവിടെ ഒരു റെസിസ്റ്റർ വരച്ചു. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് 6. നമ്മളിവിടെ ഒരു AC കണക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിലൂടെ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, അങ്ങോട്ട് പോകും. ഡയറക്ഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതിൻ്റെ വോൾട്ടേജ് V = V0 sin ωt. എന്ന് വെച്ചാൽ സൈനസോയിഡൽ വേവ് ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ V = V0 sin ωt എന്നാണ് അതിൻ്റെ EMF നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? I എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് I × R. ഇതിലോ ഓംസിലോ V = IR. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്, കറണ്ട് ത്രൂ റെസിസ്റ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം I = V/R according to Ohm's law. But V = V0 sin ωt divided by R. V0/R, it is, we can take V0/R as I0. Okay, then I is equal to, then what is the new value, new equation for I is equal to I0 sin ωt. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടും ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി, V = V0 sin ωt. What is V0? It's the peak value of voltage. I = I0 sin ωt. What is I0? I0 is the peak value of current. Peak value. കേട്ടോ, peak value of current I0, peak value of voltage P0. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഇവിടെ നോക്കി, V0 ഇവിടെ I0. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. പിന്നെ sin ωt സെയിം ആയിട്ട് എഴുതണം. അതായത് ഇവിടെ നമ്മൾ ഒരു ഫേസ് ഡിഫറൻസ് നമ്മൾ നോക്കും, ഫേസ് ആംഗിൾ എന്താണെന്ന് നോക്കും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ωt, ഇവിടെ ωt, അല്ലാതെ ωt പ്ലസ് ഒരു തീറ്റാന്നോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഫൈന്നോ അങ്ങനെയൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവ രണ്ടുപേരും ആർ ഇൻ സെയിം ഫേസ്. അതായത് ഹിയർ വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ ഇൻ ദ സെയിം ഫേസ്, അപ്പൊ നമുക്ക് ഇതിനെ ഫേസർ റെപ്രസെന്റേഷൻ നടത്തണം. ഫേസർ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഫേസർ ഡയഗ്രാം എങ്ങനെയാണെന്ന് അറിയോ? ഫേസർ ഡയഗ്രാമില് നോക്കി, ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഫേസർ ഡയഗ്രാമില് നമുക്ക് ഇതാണ് നമ്മൾ വോൾട്ടേജ് ആയിട്ട് പറയുന്നതെങ്കിൽ ഇതിന്റെ ആംഗിള് ωt, ഇതാണല്ലോ സൈനിന്റെ ωt. ഫേസർ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫേസർ ഇറ്റ് ഈസ് എ വെക്റ്റർ ഫോം ആണ്. ഇത് എന്താണ് ഫേസർ എന്ന് പറയുന്നത്? ഒരു വെക്റ്റർ ഫോം ആണ്, വെക്റ്റർ ഫോം റെപ്രസെന്റേഷൻ ആണ്. അത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മൾ ലീഡ് ചെയ്യുക, ലാഗ് ചെയ്യുക. ഫോർ സപ്പോസ് B എന്ന് പറയുന്നത് എനെ കഴിഞ്ഞും ലീഡ് ചെയ്യാന്ന് വിചാരിക്കും ബൈ എ ഫേസ് ആംഗിൾ തീറ്റ. ലീഡ് ചെയ്യുകയാണെങ്കിൽ ലീഡ് ചെയ്യുന്നത് ഇവിടെ എഴുതണം, ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ലാഗ് ചെയ്യണത് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ രണ്ടും ഒരേ ഫേസ് ആണ്. ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെയാണ്, അതിന് അങ്ങോട്ടും ഷിഫ്റ്റ് വന്നിട്ടില്ല, ഇവിടേക്കും ഷിഫ്റ്റ് വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ലെങ്ത്, ഫേസറിന്റെ ലെങ്ത് ഓഫ് ദ ഫേസർ റെപ്രസെന്റ് ദ പീക്ക് വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇത് V0 നമുക്ക് എഴുതാം. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ ഫേസർ എന്ന് പറയുന്നത്
represent the peak value. And projection on the y-axis. ഇതിപ്പോ x-axis ആണ്, ഇത് y-axis ആണ് വിചാരിക്കും. Projection on the y-axis. ഇതിന്റെ പ്രൊജക്ഷൻ ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ ഇവിടുത്തെ. ഈ പ്രൊജക്ഷൻ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതൊരു വെക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തീറ്റ ഒമേഗ ടി ഉള്ള സ്ഥലത്ത് നമുക്ക് എഴുതാം v0 cos ഒമേഗ ടി എന്നും y-axis v0 sin ഒമേഗ ടി എന്ന് എഴുതാം. That means projection on the y-axis represent the instantaneous value of that v0. V voltage ന്റെ instantaneous value on v0 sin omega t എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് the projection represent instantaneous value. ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് ആണെങ്കിൽ അതിന്റെ പീക്ക് വാല്യൂ തരും. അതിന്റെ പ്രൊജക്ഷൻ നമുക്ക് തരുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എന്ത് ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. അപ്പൊ ഇതിവിടെ നോക്കി, ഇത് രണ്ടും ഒരേ ഫേസിലാണ് കിടക്കുന്നത്. പക്ഷെ v0 ബൈ ആണ് I0. അപ്പൊ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യും അല്ലെ, അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കി ഒരേ ഇതിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഇത് I0, ഇത് I0, അതിന്റെ ലെങ്ത് I0. അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും. ഇതാണ് എന്ത്, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ I0 sin ഒമേഗ ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് അതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിന്റെ വേവ് റെപ്രസെന്റേഷൻ കൂടെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ വേവ് റെപ്രസെന്റേഷൻ. ഓക്കെ, വേവ് റെപ്രസെന്റേഷൻ. അപ്പൊ ഇതെല്ലാം എന്താണ്, സൈനസോയിഡൽ വേവുകളല്ലേ, സൈൻ വേവുകളല്ലേ. നമുക്ക് നോക്കി, സൈനിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. നിങ്ങൾക്കറിയാം, ഇത് 0, ഇത് π/2, π, ഇത് 3π/2, പിന്നെ 2π, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ പീക്ക് വാല്യൂ, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് v0. പിന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ചിങ് ആണ്. പിന്നെ I0 ഇവിടെ റെപ്രസെന്റ് ചെയ്യും. I0യും സെയിം ഫേസിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് തന്നെയാണ് വരിക. നോക്കി, ഇതാണ് I0ന്റെ. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ സ്മോൾ ആയിരിക്കും, ബിക്കോസ് v0/r ആണ്. അപ്പൊ ഇതാണ് അതിന്റെ വേവ് റെപ്രസെന്റേഷൻ ആയിട്ട് വരുന്നത്, വേവ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് പ്രോബ്ലം വരുന്നത് നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്. If v is equal to 5 sin omega t, v എന്ന് പറയുന്നത് 5 sin omega t, and r is equal to 2 ohm. അങ്ങനെയാണെങ്കിൽ what is I, current through resistor? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താ, നമ്മൾക്കറിയാം I is equal to I0 sin omega t ആണ്. ഓക്കെ, what is I0? I0 is equal to v0/r. v0 is 5, r is 2, therefore 2.5 ampere. അപ്പോൾ എങ്ങനെ വരും? I is equal to 2.5. എന്തെങ്കിലും ഫേസ് ആംഗിൾ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, നമുക്കറിയാം നോ ഫേസ് ഡിഫറൻസ്. അപ്പോൾ I is equal to എന്താ പറഞ്ഞത്, 2.5 sin omega t. ഇതാണ് നമ്മളുടെ കറന്റിന്റെ ഇക്വേഷൻ. ഈസി അല്ലേ? ഇനി നെക്സ്റ്റ് AC ത്രൂ ഇൻഡക്ടർ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ഇൻഡക്ടർ, AC ത്രൂ ഇൻഡക്ടർ.
ഇതാണ് നമ്മളുടെ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ എ സി അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് എടുക്കുന്നത്. വി സി ഈക്വൽ ടു V0 sin ഒമേഗ ടി. അപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ is equal to L di by dt. L is the inductance, I current, the rate of change of current, Faraday's law. Okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് തന്നെയല്ലേ ഇത്. അപ്പോൾ V is equal to എന്ത് വരും? L di by dt. What is V? V0 sin omega t equal to L di by dt. നമ്മളുടെ പർപ്പസ് എന്താ? നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണത്? കറണ്ടാണ് കണ്ടുപിടിക്കാൻ പോണത് അല്ലേ? അപ്പൊ കറണ്ട് നമുക്ക് എന്താ നോക്കാം. അപ്പൊ ഡി ഐ ബൈ ഡി ടി എന്താ? ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു V0 by L sin ഒമേഗ ടി. കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇവിടെ ഡി ഐ ഈസ് ഈക്വൽ ടു V0 by L sin ഒമേഗ ടി ഇൻറ്റു ഡി ടി. രണ്ട് സ്ഥലത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ I is equal to V0 by L കോൺസ്റ്റന്റ് ആണ്. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രേഷൻ എന്താ? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. സൈൻ തീറ്റയുടെ ആണെങ്കിൽ മൈനസ് കോസ് തീറ്റ. ഇവിടെ ഒരു ഒമേഗ എക്സ്ട്രാ ടേം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടാം മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. നമുക്ക് ഇങ്ങനെ എഴുതാം V0 by L ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി. കുറച്ച് മാത്സ് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം മൈനസ് കോസ് തീറ്റ എന്താണെന്ന് അറിയണം. മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അതായത് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് 90 ആണ്, പൈ ബൈ ടു ആണ്. പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് പൈ ബൈ ടു. അങ്ങനെ ഓർക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് എന്ന് ഓർക്കാം, ഇവിടെ പ്ലസ് ആണ് വരുന്നെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് ഓർക്കാം. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ which is equal to I. നമുക്ക് ഇവിടെ അറിയാം ഇത് I0 ആണ് അല്ലെ? I0 sin ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. വാട്ട് ഈസ് I0? നമുക്കറിയാം V0 ബൈ റെസിസ്റ്റർ ആണ്. ഇവിടെ റെസിസ്റ്റൻസ് എഴുതിയിരിക്കുന്നത് L ഒമേഗ എന്നാണ് അല്ലെ? നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് V0 ബൈ R എന്നാണ് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് അല്ല കിട്ടിയിരിക്കുന്നത്, L ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കിട്ടിയിരിക്കുന്നത്. അപ്പൊ V0 ബൈ L ഒമേഗ. വാട്ട് ഈസ് L ഒമേഗ? വാട്ട് ഈസ് L ഒമേഗ? റെസിസ്റ്റൻസിനെ പോലെ തന്നെയായിരിക്കണം അല്ലെ? അപ്പൊ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ്, അതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. V0 ബൈ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് XL എന്നാണ്. അപ്പൊ ഇത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് സെയിം ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ. അതിന്റെ പോലെ തന്നെയാണ്, റെസിസ്റ്റൻസ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ എന്താ യൂണിറ്റ്? ഓം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. കേട്ടല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് I0 V0 by L ഒമേഗ V0 by XL എന്ന് കിട്ടി. ഇനി നമുക്ക് ഇനി എന്താ പരിപാടി? ഇതും തമ്മിലൊന്ന് കമ്പാരിസൺ നടത്തണം. കമ്പാരിസൺ നോക്കിയേ. V0 sin ഒമേഗ, നേരത്തെ കേസിന് V0 sin ഒമേഗ ടി I0 sin ഒമേഗ ടി സെയിം ഫേസിലാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ നോക്കിയേ V0 sin ഒമേഗ ടി I0 sin ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നാണ് കിട്ടിയത്. സെയിം ഫേസ് ആണോ? സെയിം ഫേസ് ആണോ? അല്ല, സെയിം ഫേസ് അല്ല. പിന്നെ അത് ലീഡ് ചെയ്യാണോ കറണ്ട്, ലാഗ് ചെയ്യാണോ കറണ്ട്? നല്ല ചോദിക്കാം. മൈനസ് ആണ്, ലാഗ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഹിയർ the current I is lags behind the voltage by pi by 2 എന്നുള്ളതിന്റെ ഫേസ് ഡിഫറൻസിൽ അത് ലാഗ് ചെയ്തോണ്ടിരിക്കുക. അതായത് വോൾട്ടേജ് എവിടെയാണോ മാക്സിമം ആവുന്നത് അവിടെ കറന്റ് സീറോ ആയിരിക്കും, വോൾട്ടേജ് സീറോ ആവുന്ന സ്ഥലത്ത് കറന്റ് മാക്സിമം ആയിരിക്കും. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇവിടെ പോകുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ വേണ്ടേ? ഫേസർ റെപ്രസെന്റേഷൻ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? എവിടെയാണോ ലീഡ് ചെയ്യുന്നത്, ഇത് ലാഗ് ചെയ്യുന്ന സ്ഥലം, ഇത് ലീഡ് ചെയ്യുന്ന സ്ഥലം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫേസർ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? ഞാനിവിടെ ഇതാണ് നമ്മളുടെ V0 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കും, ഒമേഗ ടി. ഓക്കെ, ഇനി ഇത് കറന്റ് ലാഗ് ചെയ്യണ സ്ഥലം എവിടെയാണ്? ഇവിടെയാണ് അല്ലെ? അപ്പൊ ഇത് കറന്റ് വളരെ സ്മോൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം.
ഇവിടെ ഇതിന്റെ ഇടയിലത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് എന്താണ്? ഇത് നമ്മളുടെ I0. ഇത് എഴുതണം sin omega t minus pi/2 കേട്ടോ. I0 sin omega t minus pi/2 ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. അതിന്റെ പ്രൊജക്ഷൻ തരുന്നത് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് I0 ആണ്. ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അതിന്റെ പ്രൊജക്ഷൻ ഓൺ ദ y ആക്സിസ് ആണ് കേട്ടോ. I0 sin omega t minus pi/2 ഇതാണ് ഇതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് നമ്മൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം? വേവ് റെപ്രസെന്റേഷൻ നോക്കണം. എന്താണ് വേവ് റെപ്രസെന്റേഷൻ? നമുക്ക് നോക്കാം. ഓക്കെ, വേവ് റെപ്രസെന്റേഷൻ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ വേവ് ഡയഗ്രാം വരയ്ക്കാൻ. നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, ആദ്യം V0 വരയ്ക്കാം. V0 സൈൻ ആണ്. എങ്ങനെ പോകണം? 0 pi/2 pi 3 pi/2 2 pi. ഇതെന്താണ് പീക്ക് വാല്യൂ? V0. പീക്ക് വാല്യൂ V0. ഇനി I0ന്റെ അതിന്റെ വാല്യൂ നമുക്ക് വരയ്ക്കണം. ലാഗ്സ് ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഗ്സ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് V0 0 ആകുമ്പോൾ ഈ വിന്റെ വാല്യൂ 0 ആകുമ്പോൾ I മാക്സിമം ആയിരിക്കണം. അപ്പൊ ഇത് 0 ആകുമ്പോൾ ഇവിടെ നോക്കിയത് മൈനസ് ആണ് വരുന്നത്. മൈനസ് വാല്യൂ ആണ് വരുന്നത്. -I0 എന്നാണ്. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക മൈനസ് വാല്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരും. ഇവിടെയാണെങ്കിൽ V0 മാക്സിമത്തിലിരിക്കുന്ന സ്ഥലത്ത് I 0 ആയിരിക്കും. ഇത് ഇങ്ങനെ പോകും. ഇതാണ് പീക്ക് വാല്യൂ I0. ഇങ്ങനെയായിരിക്കും അതിൻ്റെ വേവ് റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലേ? നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം എങ്ങനെ വരും നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ഇതിൻ്റെ വരിക നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ തയ്യാറായിക്കോളൂ. നിങ്ങളും കൂടെ എൻ്റെ ഒപ്പം ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് given value L is equal to 2h. What is h? അതിന്റെ യൂണിറ്റ് ആണ് ഹെൻറി അല്ലേ? 2h. V is equal to 5 sin 10t. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു സപ്പോസ് ഇത് ഇങ്ങനെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. 5/3. അപ്പോൾ V is equal to 5 sin 10t plus 5/3. What is I? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം I0 നമുക്ക് എങ്ങനെ നമുക്ക് അറിയേണ്ട കാര്യം? I0 sin ഒമേഗ ടി മൈനസ് 5/2 ഇതാണ് നമുക്ക് അറിയണ ഇക്വേഷൻ അല്ലേ? വാട്ട് ഈസ് I0? I0 is equal to V0 by L omega. V0 by L omega ആണ്. V0 എന്ന് പറയുന്നത് ഇത്രയും V0 5 L 2 ഒമേഗ ഒമേഗ എന്ന് എഴുതിക്കുന്നത് എത്രയാ? ടിന്റെ ഒപ്പം ഉള്ളതാണ് ഒമേഗ. അപ്പൊ ടിന്റെ ഒപ്പം ഉള്ളത് ഏതാ? ആരാ? 10. 5/20 which is equal to 1/4. 1/4 എന്ന് പറഞ്ഞാൽ 0.25. ഇതാണ് കറണ്ട് 0.25. അപ്പൊ I0 നമുക്ക് കിട്ടി. I0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം. അപ്പൊ I is equal to 0.25 sin ഇവിടെ എത്രയാണ്? 10t പ്ലസ് 5/3. പിന്നെ എന്താ പറഞ്ഞത്? നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു -5/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്, ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.25 sin 10t പ്ലസ് ഇവിടെ എത്ര വരാം? ഇത് 6 വരും. ഇവിടെ 2π minus 3π which is equal to 0.25 sin 10t minus π/6. ഇതാണ് നമ്മളുടെ ഇൻസ്റ്റന്റേനിയസ് കറന്റ് ത്രൂ ഇൻഡക്ടർ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം I0 കണ്ടുപിടിച്ചു, V0 by L omega വെച്ചിട്ട് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ π/3 അങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് -5/2
ലാഗ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ -π/6 നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി മൂവ് ഓൺ ടു നെക്സ്റ്റ് സെക്ഷൻ. ഏതാണ്? AC ത്രൂ കപ്പാസിറ്റർ. ഇത് ഇതിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇടാം. AC through capacitor. ഇവിടെ നമ്മൾ സെയിം വോൾട്ടേജ് V is equal to V0 sin omega t എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? വോൾട്ടേജ് നമ്മൾക്ക് അറിയേണ്ട ഇക്വേഷൻ പറഞ്ഞ് എന്താണ്? കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ വരിക? V is equal to ചാർജ് is equal to ചാർജും വിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ചാർജ് is equal to സി. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ചാർജ് is equal to C into V. അപ്പൊ അങ്ങനെയാണെങ്കിൽ V is equal to എന്താ വരിക? V is equal to Q/C. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് Q/C എന്നാണ്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ Vക്ക് പകരം Q/C is equal to V0 sin omega t. അപ്പൊ അങ്ങനെയാണെങ്കിൽ what is Q? Q is equal to V0 C sin omega t. ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? കറണ്ടും ചാർജും തമ്മിലുള്ള റിലേഷൻ എന്താ? കറന്റ് is equal to എന്താണ്? dq/dt എന്നാണ്. അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. d/dt of V0 C sin omega t. അപ്പൊ നോക്കിയത് കോൺസ്റ്റന്റ് ആണ്. V0 C നമ്മൾ പുറത്തേക്ക് എടുത്തു. d/dt of sin omega t നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ sin omega t യുടെ ഡിഫറൻസിയേഷൻ എന്താണ്? പ്ലസ് cos omega t into omega. അപ്പോൾ V0 C omega cos omega t. അപ്പോൾ നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്? പ്ലസ് കോസ് വരണമെങ്കിൽ sin omega t പ്ലസ് π/2 എഴുതണം. മൈനസ് ആണ് വരണമെങ്കിൽ മൈനസ് ഒമേഗ ടി sin omega t മൈനസ് π/2 നമ്മൾ എഴുതണം. കേട്ടോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമുക്ക് I എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. I is equal to V0 C omega. ഇങ്ങനെ എഴുതാൻ എന്തൊരു കുഴപ്പം പോലെ തോന്നുന്നില്ല. കാരണം എന്താ? ഓംസ് ലോ പ്രകാരം V0/R എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു മോഡലിലേക്ക് ഇതിനെ ഒന്ന് എത്തിക്കാം. അപ്പോൾ എങ്ങനെ വരും? I is equal to V0/1/C omega cos omega t, which is equal to V0 1/C omega sin omega t plus π/2. Then ഇവിടെ എന്തായിരിക്കും? 1/C omega. 1/C omega എന്ന് പറയുന്നത് ഇവിടുത്തെ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനെന്താ നമ്മൾ വിളിക്കുക? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിന്റെ യൂണിറ്റ് 1/C omega യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് വിളിക്കും. sin omega t plus π/2. അപ്പൊ ഇവിടെ നോക്കി, ഈ കറന്റും വോൾട്ടേജും തമ്മിൽ ഒന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2 ആണ്. ലീഡ് ചെയ്യാണ് അല്ലെ? പ്ലസ് π/2 ആണ്. അപ്പൊ ഹിയർ ദ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫേസർ ഡയഗ്രാം എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു ലീഡ് ചെയ്യണത് ഇവിടെ, ലാഗ് ചെയ്യണത് ഇവിടെ. ഇവിടെ ഇത് V0, ഇത് ഒമേഗ ടി, ഇത് V0 റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ ലീഡ് ചെയ്യണത് ഇതിവിടെയാണ് വരിക, I0. ഇതിന്റെ ഇടയിലത്തെ ആംഗിൾ 90 ഡിഗ്രി. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ വേവ് റെപ്രസെന്റേഷൻ എളുപ്പമല്ലേ? വേവ് റെപ്രസെന്റേഷൻ നേരത്തെ വരച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിനകത്തും ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ, ഇവിടെ 0 വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത്. നേരത്തെ കേസിൽ വോൾട്ടേജ് 0 വരുമ്പോൾ കറണ്ട് നെഗറ്റീവ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, മറ്റേത് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ വേവ് റെപ്രസെന്റേഷൻ കൂടെ വരച്ചിട്ട് പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇത് വോൾട്ടേജിന്റെ 0 π/2 π 3 π/2 2π. പീക്ക് വാല്യൂ V0. ഇനി ഐന്റെ ഇറ്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2. അതുകൊണ്ട് തന്നെ ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ
ഇത് 0 വരുമ്പോൾ ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയൊന്നും വരണ്ട, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് ചെറുതാക്കി വരച്ചാൽ മതി കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ഇത് I0 ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ വേവ് റെപ്രസെൻറ്റേഷൻ. നമ്മളോട് ചോദിക്കുക കൂടുതലും ഫേസ് റെപ്രസെൻറ്റേഷനും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്നാലും വേവ് റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇനി ഇതിന് എങ്ങനെ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, but given quantity is C, capacitance is equal to 2 microfarad. 2 microfarad means 2 into 10 raised to minus 6 farad. Given voltage is equal to 2 sin 10t plus pi by 4. What is the value of instantaneous current? I എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാൻ ഇക്വേഷൻ I is equal to I0 sin omega t plus pi by 2 ഇങ്ങനെയാണ് നമുക്കറിയാം. വാട്ട് ഈസ് I0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I0 എന്താ? V0 C omega എന്നാണ് ഇക്വേഷൻ. അപ്പോൾ V0 എത്ര എവിടെ? V0 is 2 into C 2 into 10 raised to minus 6. Omega it is 10. അപ്പോൾ എത്ര വരും? 4 into 10 raised to minus 5. 4 into 10 raised to minus 5. ഇതാണ് ഇത്രയും കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് I0. Then I is equal to എന്താ വരിക? I is equal to 4 into 10 raised to minus 5 sin omega ഇവിടെ 10t plus ഓൾറെഡി ഇക്വേഷൻ pi by 4 ഉണ്ട്, പ്ലസ് എന്ത് വേണം? pi by 2 വേണം. ഇത് ചേർക്കാൻ മറന്നു പോകരുത്. which is equal to 4 into 10 raised to minus 5 sin 10t plus ഇത് എത്ര വരിക? കാലും ഹാഫും കൂടെ 1/4 ഹാഫും കൂടെ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 3/4 pi. ഇതാണ് നമ്മളുടെ വാല്യൂ. നമ്മുടെ ഇക്വേഷൻ I is equal to ഇൻസ്റ്റന്റീനിയസ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് I is equal to ഇത് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ AC ത്രൂ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ അല്ലേ. ഇനി AC ക്ക് പകരം DC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? അതുകൂടെ നമുക്ക് നോക്കാം. അപ്പൊ DC കണക്ഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ. DC സർക്യൂട്ട് ആണ്. റെസിസ്റ്ററിന്റെ കേസിലൊന്നും വരില്ല, നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V is equal to I into R. അപ്പൊ റെസിസ്റ്ററിന്റെ കേസിൽ യാതൊരുവിധ കുഴപ്പമില്ല. ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ഇൻഡക്ടറും അതുപോലെ തന്നെ കപ്പാസിറ്ററും ഉണ്ടല്ലോ. ഇൻഡക്ടറും കപ്പാസിറ്ററിന്റെ കേസിൽ എന്ത് വരും നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ഇൻഡക്ടറിന്റെ കേസിൽ XL is equal to L omega. DC സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി എന്താ വരുന്നത്? ഫ്രീക്വൻസി 0 ആണ് അല്ലെ. DCയിലെ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഒന്നുമില്ല. അപ്പൊ L into 2pi into 0 എന്ന് വരും. അപ്പൊ XL എന്ന് പറയുന്നത് എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇൻഡക്ടർ ആണ് DC സർക്യൂട്ടിൽ നമ്മൾ വെക്കുന്നതെങ്കിൽ 0, XL എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അതായത് ഇതൊരു ഷോർട്ട് കണക്ഷൻ ആയിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ സാധാരണ ഇത് വെച്ചിട്ട് വലിയ കാര്യമില്ല. ഇൻഡക്ടർ DC-യിൽ വെച്ചുകൊണ്ട് വലിയ കാര്യമില്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത്. അത് കപ്പാസിറ്ററിന്റെ കേസിൽ നോക്കിയാൽ 1/C omega എന്നാണ്. അപ്പൊ 1/0 എന്ന് വരും. ഇൻഫിനിറ്റി എഴുതും. ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? അത് ഓപ്പൺ ആയിട്ട്, ഓപ്പൺ കണക്ഷൻ, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും കേട്ടോ. കണക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡക്ടറും കപ്പാസിറ്ററും നമ്മൾ DC-യിൽ വെച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിക്കണതിന് അതിന് വലിയ ഉപകാരമൊന്നുമില്ല. നമുക്ക് DC സർക്യൂട്ടിൽ യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പൊ ഈ രണ്ടെണ്ണം ഇൻഡക്ടറും കപ്പാസിറ്ററും എവിടെയാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത്? AC സർക്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ.